ഹായ് ഫ്രണ്ട്സ്, SB മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റൗണ്ട് യോക്ക് വന്നിട്ടുള്ള ഫ്രണ്ട് പ്ലീറ്റഡ് കുർത്തി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2.5 മീറ്റർ കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന അളവിൽ നിന്നും നിങ്ങൾക്ക് കുർത്തിയുടെ ലെങ്തും സ്ലീവിൻ്റെ ലെങ്തും ഒക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മെറ്റീരിയലും കൂടുതൽ എടുക്കണം. ആദ്യം നല്ല സൈഡ് ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ക്ലോത്തിനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ ഈ എടുത്തിട്ടുള്ള മെറ്റീരിയലിൽ ഡിസൈൻ ഒറ്റ സൈഡാണ് വരുന്നത്. അപ്പം അത് കറക്റ്റായിട്ട് കിട്ടത്തക്ക രീതിയിലാണ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ ഇതുപോലെ ഒറ്റ സൈഡൊക്കെയാണ് ഡിസൈൻ വരുന്നതെങ്കിൽ അതനുസരിച്ച് അത് തിരിഞ്ഞു പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ ആദ്യം ലെങ്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് 42.5 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വേണ്ടത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം എലമെൻസും കൂടെ ചേർത്തിട്ട് ഞാൻ 44 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത ഭാഗം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കണം. ഫസ്റ്റ് നമ്മൾ ബാക്ക് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഷോൾഡർ ഞാനിവിടെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആംഹോളിൻ്റെ ലെങ്ത്തും 6.5 ഇഞ്ചിനെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആംഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. എനിക്കിവിടെ 36 ഇഞ്ചാണ് ടോട്ടൽ ചെസ്റ്റ് വിട്ട്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് സീം എലമെൻസും കൂടെ ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോണായിട്ട് വരുന്ന ഭാഗമില്ലേ, അവിടെ നിന്നും 1.5 ഇഞ്ച് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ ആം ഹോളിൻ്റെ ഭാഗം ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ സെൻറ്റർ മാർക്ക് ചെയ്ത പോയിൻറ്റും അതുപോലെ തന്നെ ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്ത പോയിൻറ്റും ഒക്കെ ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ കുഴിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. വേസ്റ്റ് ലെങ്ത് ഞാനിവിടെ 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ വിട്ട് 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് 2 ഇഞ്ച് സീം എലമെൻസും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഹിപ്പ് ലെങ്ത് ഞാനിവിടെ 19.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ വിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് തന്നെ അവിടെയും സീം എലമെൻസ് കൊടുത്തു. അപ്പോൾ ഹിപ്പ് വിട്ട് മാർക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഹിപ്പ് വിട്ടും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ 3 പോയിൻ്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുത്ത ശേഷം നമുക്ക് ഈ ഹിപ്പ് വിട്ട് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ആ പോയിന്റിൽ നിന്നും താഴത്തോട്ട് ചരിച്ചതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം നിങ്ങൾക്ക് എത്രയാണോ ഫ്ലെയർ കിട്ടുന്നത് ആ ഒരു രീതിയിൽ ഇതുപോലെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇവിടെ നിന്നും 2-2.5 ഇഞ്ചോ മുകളിലോട്ട് ഇതുപോലെ കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ചരിച്ചൊന്ന് ഷേപ്പായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഞാൻ മെറ്റീരിയലിൻ്റെ ബാക്ക് സൈഡ് ഫോൾഡ് ചെയ്ത് എടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് അറിയാൻ പറ്റാത്തത്. അതൊന്ന് ക്ഷമിക്കുക. ഈ എലൈൻ മോഡൽ നമ്മൾ മിക്ക വീഡിയോസിലും കാണിക്കുന്നതാണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വേറെ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. കുർത്തീസിൻ്റെ തന്നെ എലൈൻ മോഡൽ നമ്മൾ മിക്ക വീഡിയോസിലും കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ആ മാർക്ക് ചെയ്ത് ആ ഒരു ലൈനിൽ കൂടെ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാനിവിടെ മെയിൻ പോയിൻ്റൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പേപ്പർ ക്യാൻവാസ് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഞാനിവിടെ പേപ്പർ ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്. കട്ടിയുള്ള ക്യാൻവാസിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പേപ്പർ ക്യാൻവാസ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ എന്തെങ്കിലും എടുത്താലും മതി. ഞാനിവിടെ മുകൾ ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം 3 ഇഞ്ച് നെക്ക് വിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും വീണ്ടും 1.5 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ നെക്ക് വിട്ട് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം അവിടെ നിന്ന് വീണ്ടും 1.5 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഞാനിവിടെ 3 ഇഞ്ച് നെക്ക് വിട്ടും അത് പോയിട്ട് 1.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് യോക്ക് പീസിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 14 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗത്ത് ഞാനിവിടെ 4.5 ഇഞ്ചാണ് ടോട്ടൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ 4.5 ഇഞ്ചിനെ താഴെയും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് മുകളിൽ ആ മാർക്ക് ചെയ്ത പോയിന്റും താഴെ മാർക്ക് ചെയ്ത പോയിന്റും തമ്മിൽ യോജിപ്പിച്ചതുപോലെ ഒന്ന് വരച്ചെടുക്കണം. ഇനി ഞാനിവിടെ നെക്ക് വിട്ട് 3 ഇഞ്ചല്ലേ മാർക്ക് ചെയ്തത്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാൻവാസിലായതുകൊണ്ട് 6.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ബോക്സ് പോലെ ഒന്ന് ആക്കിയെടുത്ത ശേഷം നമുക്ക് ഏത് ഷേപ്പാണോ നെക്കിന് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പ് തന്നെയാണ് നെക്കിനും എടുക്കുന്നത്. നെക്ക് മാർക്ക് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ യോക്ക് പീസും മാർക്ക് ചെയ്തെടുക്കണം. കണ്ടോ, ഇതേപോലെ ചെറിയൊരു കർവായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം.
കണ്ടോ, ഇതുപോലെ റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നെക്കും കട്ട് ചെയ്തെടുക്കുകയാണ്. സെൻറ്ററും കൂടെ ഒന്ന് ചെറുതായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ യോക്ക് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ക്ലോത്ത് തന്നെയാണ്. ഇതിപ്പോൾ ഡിസൈൻ മുകളിലോട്ടായതുകൊണ്ട് ഞാൻ താഴെ നിന്ന് മുകളിലോട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ 1.5 ഇഞ്ച് സീം എലമെൻസും കൂടെ ചേർത്തിട്ട് ടോട്ടൽ ലെങ്ത് 44 ഇഞ്ചാണ് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തത് ബാക്ക് പീസിന്. അതേപോലെ തന്നെ 44 ഇഞ്ച് നമുക്ക് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കാം. 44 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ആ മാർക്ക് ചെയ്ത പോയിന്റ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കണം. നിങ്ങൾ മാർക്ക് ചെയ്യുമ്പം ഇത് ഫുള്ളായിട്ട് അങ്ങ് മാർക്ക് ചെയ്തെടുക്കണേ. ഞാനിപ്പോൾ കുറച്ച് ദൂരെ മാർക്ക് ചെയ്തിട്ടുള്ളൂ, പക്ഷെ അത് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമ്മൾ നേരത്തെ ബാക്ക് പീസ് കട്ട് ചെയ്ത് വെച്ച ആ പീസ് ഈ ഫ്രണ്ട് പീസിനെ നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കണം. മുകളിൽ നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തില്ലേ, അതുപോലെ നീക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ആ ലൈനിലായിട്ട് ഷോൾഡർ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് ഈ ഒരു സൈഡിൽ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ കിട്ടത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കണം. എനിക്കിവിടെ ഫോൾട്ടായിട്ട് വരുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ഈ ബാക്ക് പീസ് വെച്ചിട്ടില്ലേ, അതുവരെ എനിക്ക് 8.5 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 8.5 ഇഞ്ചാണ് നമുക്ക് ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ മാക്സിമം ഫ്രില്ല് കിട്ടത്തക്ക രീതിയിലാണ് ഈ ഒരു ക്ലോത്ത് സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രയും ഫ്രില്ല് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഫോൾട്ടായിട്ട് വരുന്ന ഭാഗത്ത് നിന്ന് 5-6 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത ലൈനിലായിട്ട് ഈ ബാക്ക് പീസ് വെച്ച് ബാക്കി അളവൊക്കെ മാർക്ക് ചെയ്തെടുത്താലും മതി. അപ്പം ഞാൻ ഈ 8.5 ഇഞ്ച് 2-3 എടുത്ത് താഴത്തോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ബാക്കി അളവൊക്കെ ഈ സെയിം അളവ് തന്നെ ഇതിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ആ ബാക്ക് പീസിൽ കട്ട് ചെയ്ത് ആ സെയിം അളവ് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു. താഴെ നമുക്കിതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് പീസ് നമ്മളിവിടെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഭാഗം 1/2 ഇഞ്ച് ഉള്ളിലോട്ട് ഇതുപോലെ കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുഴിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ലൈനിൻ്റെ ഇപ്പുറം നമ്മുടെ കറക്റ്റ് ബോഡി പാർട്ടും ബാക്കി നമ്മൾ ഫ്രില്ലിന് വേണ്ടിയിട്ടുമാണ് എടുക്കുന്നത്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യോക്ക് പാർട്ടില്ലേ, അത് ഇതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കണം. ഈ ലൈനിൻ്റെ പുറത്തായിട്ട് തന്നെ ഈ പീസിൻ്റെ ഫോൾട്ടായിട്ട് വരുന്ന ഭാഗം ചേർത്ത് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗവും കറക്റ്റായിട്ട് ചേർത്ത് വെച്ചിട്ട് ഈ ഷേപ്പ് തന്നെ ഇതിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, കറക്റ്റായിട്ട് അതേ ഷേപ്പ് തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്ത ശേഷം ഈ മാർക്ക് ചെയ്തത് നമ്മൾ ആ ഒരു ലൈൻ വരെയല്ലേ മാർക്ക് ചെയ്തിട്ടുള്ളത്, അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. കേട്ടോ, ഇനി മാർക്ക് ചെയ്തതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്കൊന്നും നമുക്കിതിൽ കട്ട് ചെയ്തെടുക്കണ്ട, അപ്പോൾ അതുകൊണ്ട് മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിൽ നിന്നും 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഫുള്ളായിട്ട് 1/2 ഇഞ്ച് നീക്കി ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു സൈഡ് കട്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഇതുപോലെ ചരിച്ചൊന്ന് കട്ട് ചെയ്ത് താഴത്തോട്ട് വിടണം. കണ്ടോ, ഇതേപോലെ താഴെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഈ പീസ് നമുക്ക് വേണം യോക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കേട്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ചെറിയൊരു ഡാമേജ് ഉള്ളതുകൊണ്ട് ആ ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം സ്ലീവ് കട്ട് ചെയ്തെടുത്താലും മതിയായിരുന്നു. അപ്പോൾ അത്രയും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള ക്ലോത്ത് ഞാനിവിടെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. എനിക്കിവിടെ സ്ലീവിന് 12.5 ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത്. 11 ഇഞ്ചാണ് ഞാനിവിടെ ലെങ്ത് എടുത്തിട്ടുള്ളത്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്തിട്ട് 11.5 ഇഞ്ച്. ആം ഹോളിൻ്റെ വിഡ്ത്ത് 9.5 ഇഞ്ചും ആ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് നിന്ന് 3.5 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റിൽ നിന്ന് ഇതുപോലെ ചെരിച്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്തെടുക്കണം.
സ്ലീവിൻ്റെ വിട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 2 ഇഞ്ച് സീം എലമെൻസും കൂടെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഈ 2 പോയിൻറ്റും യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് ഇതുപോലെ ഉള്ളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഇത് നിവർത്തി വെച്ചിട്ട് 2 പീസിൽ മാത്രം ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ സൈഡിൽ വന്ന പീസാണേ. നമ്മൾ സൈഡിലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയില്ലേ, ആ ഒരു പീസ്. ആ 2 പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കര വരുന്ന ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം കട്ട് ചെയ്ത് മാറ്റുകയാണ്. കരഭാഗം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അവിടെ ചുളിവ് പോലെ വരും. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയത്. നമ്മളിപ്പോൾ 2 പീസും കറക്റ്റായിട്ട് ചേർത്താണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന യോക്ക് പീസില്ലേ, അതിനെ ഞാനൊന്ന് 2 പീസാക്കി കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, സെൻറ്ററിൽ കൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ പീസിൽ നിന്ന് ഈ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഈ ക്ലോത്ത് കട്ട് ചെയ്ത ശേഷം അത് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നതാണ് നല്ലത്. ഞാനത് അതിന് മുമ്പേ അങ്ങ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ക്ലോത്ത് കട്ട് ചെയ്തെടുത്ത ശേഷം ആ പീസിനെ 2 ആക്കി എടുത്താൽ മതി. ഇനി ഇതുപോലെ 1/2 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതേപോലെ 1/2 ഇഞ്ച് നീക്കിയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. മുകളിൽ മാത്രം ആ സെയിം അളവ് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ബാക്കി എല്ലാ സൈഡും ഞാൻ 1/2 ഇഞ്ച് നീക്കിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പീസിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം ഈ ക്ലോത്തിൻ്റെ ചീത്ത സൈഡിലായിട്ട് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം. കണ്ടോ, ആ സെൻറ്ററിലും 1/2 ഇഞ്ച് നീക്കി വെച്ചിട്ടുണ്ട്. ബാക്കി സൈഡും അതിൻ്റെ പുറത്തായിട്ട് വരുന്ന സൈഡിലും 1/2 ഇഞ്ച് നീക്കി തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കറക്റ്റായിട്ട് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ക്യാൻവാസ് നന്നായിട്ട് ആ ഒരു ക്ലോത്തിലോട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് പോട്ട്ലി ബട്ടൺ ചെയ്തെടുക്കണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തേക്കാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അത് ചെയ്തിട്ടേക്കാം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ നമ്മൾ ആ സെൻറ്ററിൽ 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിരുന്നില്ലേ, ആ 1/2 ഇഞ്ച് എക്സ്ട്രാ വന്നത് ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ആ ക്യാൻവാസ് ഏതുവരെയാണോ ഉള്ളത് ആ ഒരു ഭാഗം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മുകളിൽ നിന്നും 1/4 ഇഞ്ച് താഴത്തോട്ടും താഴെ നിന്നും 1/4 ഇഞ്ച് മുകളിലോട്ടും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ മാർക്ക് ചെയ്തിട്ടുള്ള ആ ലൈനിലായിട്ടാണ് നമുക്ക് പോട്ട്ലി ബട്ടൺ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് സിംഗിൾ ഫുട്ട് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സിംഗിൾ ഫുട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമുക്കത് കുറച്ചും കൂടെ നല്ല നീറ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് കറക്റ്റ് നമുക്ക് ആ ഒരു അരികുമായിട്ട് ചേർത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഓരോ പോട്ട്ലി ബട്ടൺ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇത് കറക്റ്റായിട്ടൊന്ന് പിടിച്ച് തന്നെ വെച്ച് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിലുള്ള ആ ഒരു ക്ലോത്തൊക്കെ ഫ്രണ്ടിലോട്ട് നീങ്ങി വരും. കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്കിനി നീക്കി ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ഈ ബാക്കിലോട്ട് എക്സ്ട്രാ നിൽക്കുന്ന ആ ഒരു ക്ലോത്തില്ലേ, അത് കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ച് വെച്ച് അതൊന്ന് പതിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്കത് 1 or 2 സ്റ്റിച്ച് കൊടുക്കാമേ. കുറച്ചും കൂടെ നീക്കി വേണമെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ഇനി ഇതിൽ എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് മറ്റേ പീസ് ഇതിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നെക്കില്ലേ 2 സൈഡിൻ്റെയും ആ ഒരു നെക്ക് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഞാനിതുപോലെ ഒന്ന് കറക്റ്റായിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. പിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ക്യാൻവാസിൻ്റെ അരികിൽ കൂടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയേ. കണ്ടോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികിൽ കൂടെ ഒന്ന് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ നല്ല പതിഞ്ഞിരുന്നോളും.
കേട്ടോ, നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു പീസ് ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കണം. നമ്മളിത് കട്ട് ചെയ്തതിൻ്റെ ബാക്കി ക്ലോത്ത് ഉണ്ടായിരുന്നല്ലോ, ആ പീസിനെ ഞാൻ 2 പീസും ഒന്ന് ചേർത്ത് വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പീസിൻ്റെ പുറത്തായിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഇതുപോലെ വെച്ചിട്ട് ആ സെയിം അളവിൽ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ നെക്കിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് 1/2 ഇഞ്ച് വിട്ട് ഈ ആവശ്യമില്ലാത്ത ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ആ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ നെക്കിൻ്റെ അരികെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നിവർത്തി വെച്ചിട്ട് നമ്മളിപ്പം വെച്ച് സ്റ്റിച്ച് ചെയ്ത പീസില്ലേ, അതിൻ്റെ സൈഡിലോട്ട് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ തിരിച്ചു വയ്ക്കണം. ഇനി നമുക്ക് ആ പീസിൻ്റെ അരികിൽ കൂടെ ഒന്ന് ഇതുപോലെ പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഭാഗം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഇതുപോലെ കറക്റ്റ് ചെയ്തെടുത്ത ശേഷം വേണമെന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ പുറത്തുകൂടെ ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സൈഡിലെ 2 പീസും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്, അത് 2 പീസും ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് പൈപ്പിംഗ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്രോസ് പീസ് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ആദ്യം മാർക്ക് ചെയ്ത ശേഷം ഞാൻ 1.25 ഇഞ്ചാണ് വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കേട്ടോ, ഇതേപോലെ 1.25 ഇഞ്ച് വീതി 2-3 ഇടത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുത്ത് കഴിഞ്ഞാൽ എല്ലായിടും ഒരുപോലെ തന്നെ നമുക്ക് കിട്ടും. ഈ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം ലെങ്ത് ഉള്ള പീസ് ആയതുകൊണ്ട് ഞാൻ 2 പീസ് മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ 2 പീസും ചേർത്ത് വെച്ചിട്ട് ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കേട്ടോ, ഇതേപോലെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് പൈപ്പിംഗ് ത്രെഡ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പൈപ്പിംഗ് നമ്മൾ സിംഗിൾ ഫുട്ട് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പൈപ്പിംഗ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതൊന്ന് പോയി നോക്കിയാൽ മതി. ഈ പൈപ്പിംഗ് ത്രെഡ് ഈ പീസിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ട് ആ പീസിൻ്റെ 2 അരികും ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. മാക്സിമം ആ ത്രെഡുമായിട്ട് ചേർത്ത് തന്നെ ഫുട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് നല്ല ലൂസായി പോകും. പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസിൻ്റെ അരികിലായിട്ട് ഇതുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലായിടവും ഒരുപോലെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് വെച്ച ഭാഗമില്ലേ, അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ക്യാൻവാസ് വെച്ച ഭാഗം കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ നമ്മൾ ആ മാർക്ക് ചെയ്ത ലൈനിൻ്റെ പുറത്തായിട്ട് തന്നെ ഈ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചെടുക്കുമ്പോഴത്തേക്കും ആ ക്യാൻവാസ് വെച്ച ഭാഗം കറക്റ്റ് ആ പൈപ്പിംഗ് ത്രെഡുമായിട്ട് ചേർന്നിരിക്കുന്ന രീതിയിൽ തന്നെ കിട്ടണം. എങ്കിലേ നമുക്ക് ആ ഒരു നീറ്റ് കിട്ടുകയുള്ളൂ. ഈ പൈപ്പിംഗ് ത്രെഡുമായിട്ട് മാക്സിമം ഈ ഫൂട്ട് നല്ല ചേർത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ലൂസായി പോവും. അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് കിട്ടത്തക്ക രീതിയിൽ മാക്സിമം നല്ല ചേർത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പൈപ്പിംഗ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യോക്ക് പാർട്ടുമായിട്ട് നമ്മുടെ ബോഡി പാർട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം ഈ പീസില്ലേ അതിനെ 2 ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ കർവായിട്ട് വരുന്ന ഭാഗത്ത് നിന്ന് കുറച്ചൊന്ന് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. നല്ല കർവായിട്ട് വരുന്ന ഭാഗത്തൊന്നും പ്ലീറ്റ് വെച്ച് കൊടുക്കണ്ട. അവിടെ നിന്ന് കുറച്ചൊന്ന് നീക്കി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട്
നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്, ആ മാർക്കിങ് മാറിപ്പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ സെയിം അളവ് ഈ ഒരു ക്ലോത്തിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പം ഞാൻ ഈ മാർക്ക് ചെയ്ത് കൊടുത്ത അതുവരെ നമ്മൾ പ്ലീറ്റ് വെക്കാതെ നോർമലായിട്ടാണ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നിന്ന് ബാക്കി വരുന്ന ക്ലോത്ത് ചെറിയ ചെറിയ പ്ലീറ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ആദ്യം നമുക്ക് ഇതൊന്ന് നിവർത്തിയെടുക്കാം. നിവർത്തിയെടുത്തിട്ട് നമ്മുടെ ഈ യോക്ക് പീസില്ലേ അതിൻ്റെ നല്ല സൈഡും ഈ ബോഡി പാർട്ടിൻ്റെ നല്ല സൈഡും ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ ആദ്യം ഒന്ന് വെക്കണം. കണ്ടോ, ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം മുതൽ ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്തത് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മറു സൈഡും അതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ മാർക്ക് ചെയ്തത് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വരുന്ന ക്ലോത്ത് നമ്മൾ താഴെ പ്ലീറ്റ് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ആ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ടോ, ഇതേപോലെ നല്ല സൈഡുകൾ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കറക്റ്റ് ആ രണ്ട് പീസിൻ്റെയും അരിക് ചേർത്ത് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ മാർക്ക് ചെയ്തത് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ മാർക്ക് ചെയ്ത ഭാഗത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അവിടെ നിന്ന് ആ ഒരു സ്റ്റിച്ച് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതുവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് മറു സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ പൈപ്പിംഗ് വെച്ച ഭാഗമില്ലേ അവിടെ മാക്സിമം ചേർത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ സിംഗിൾ ഫുട്ട് ഇട്ട് തന്നെയാണ് കേട്ടോ ഇതും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. മാക്സിമം ചേർത്ത് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ സ്പേസ് ആയിട്ട് കിടക്കും. ആ പൈപ്പിങ്ങിൻ്റെ അവിടെ നിന്ന് കുറച്ചൊന്ന് നീങ്ങിയൊക്കെ ഇരിക്കും. മറ്റത് നല്ല കറക്റ്റായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. മറു സൈഡും ഞാനിവിടെ ആ മാർക്ക് ചെയ്ത ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ക്ലോത്ത് നമുക്ക് സെൻറ്ററിൽ പ്ലീറ്റ് ആയിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് മുതൽ വീണ്ടും നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ആയിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. തീരെ കുഞ്ഞ് പ്ലീറ്റ് അല്ല കേട്ടോ ഞാൻ പിടിക്കുന്നത്, ഒരു 1/2 ഇഞ്ച് വീതി വരുന്ന രീതിയിലാണ് പ്ലീറ്റ് പിടിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ വരെ അതൊന്ന് അയൺ ചെയ്തെടുക്കാൻ പറ്റും, കറക്റ്റായിട്ട് പിടിച്ച് വെച്ചേ. അപ്പോൾ നല്ല നീറ്റായിട്ട് ഇരുന്നോളും. ഈ മോഡലൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അയൺ ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രണ്ട് ഒരുമാതിരി തള്ളി നിൽക്കും പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഫ്രണ്ടിൽ പ്ലീറ്റ് വരുന്ന മോഡലൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം ഈ പ്ലീറ്റ് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മളിവിടെ മറു സൈഡ് വരെ പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തൂടെ തന്നെ ഒരിക്കൽ കൂടെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് ഞാനിവിടെ കാണിക്കുന്നില്ല. ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്യാൻവാസ് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിൻ്റെ ഇറക്കം 4.5 ഇഞ്ചും നെക്ക് വിട്ട് 3 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബോക്സ് പോലെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നും 1 ഇഞ്ച് നീക്കി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ചോ 1.25 ഇഞ്ചോ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ 1.25 ഇഞ്ചോ 1.5 ഇഞ്ചോ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റ് യോജിപ്പിച്ചൊന്ന് വരച്ചെടുത്ത ശേഷം നെക്ക് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതുപോലെ ഒരു പീസ് ക്ലോത്ത് എടുത്ത് അതിൻ്റെ ചീത്ത സൈഡിലായിട്ട് ഈ നെക്കിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം വെച്ചൊന്ന് അയൺ ചെയ്തെടുക്കണം. എന്നിട്ട് 1/2 ഇഞ്ച് നീക്കി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പീസ് നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ട് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം 1/2 ഇഞ്ച് നീക്കി ഈ പീസിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് ആ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ നെക്കിൻ്റെ അരികൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഈ സ്റ്റിച്ച് ചെയ്ത പീസില്ലേ അത് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് അതിൻ്റെ അരികിൽ കൂടെ തന്നെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പീസില്ലേ അതിൻ്റെ നല്ല സൈഡും
ഈ ബാക്ക് പീസിൻ്റെ നല്ല സൈഡ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത പീസ് ഇതുപോലെ നിവർത്തിയെടുക്കണം. ഈ ജോയിൻറ്റ് വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഈ പീസ് വെച്ചിട്ട് അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ഈ നിവർത്തി വെച്ച പീസ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കറക്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കണ്ടോ ആ ഒരു തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഇതൊന്ന് നിവർത്തിയെടുത്ത ശേഷം ഇതിൻ്റെ അരികിൽ കൂടെ ഒന്ന് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കണ്ടോ ഇത് കറക്റ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ബാക്കിൽ വരുന്നത് നമുക്കതൊന്ന് ഹെം ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇതെല്ലാം എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ്, അതാണ് ഞാൻ സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നത്. ഇനി സ്ലീവ് ഇതുപോലെ താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറുമായിട്ട് ചേർത്ത് ഇതുപോലെ വെച്ചിട്ട് 2 അരികും ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നമ്മൾ കയറ്റി കട്ട് ചെയ്തത് ഫ്രണ്ട് സൈഡിൽ തന്നെ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് 2 സ്ലീവും ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ജോയിൻറ്റ് ചെയ്തെടുക്കുന്നത്. 2 സ്ലീവും ഞാനിവിടെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സൈഡ് ഇതുപോലെ ചേർന്ന് വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 2 അരികും കറക്റ്റായിട്ട് തന്നെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ എത്രയാണോ സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവ് മുതലേ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് പീസ്റ്റിൻ്റെ അവിടെ നിന്നും ജസ്റ്റ് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ ഇതേപോലെ ഒന്ന് ചരിച്ച് താഴത്തോട്ട് എത്തുമ്പോഴത്തേക്കും ഒരു 1/2 ഇഞ്ച് മാത്രം മതി കേട്ടോ തയ്യൽ തുമ്പ്. ഇതുപോലെ ചരിച്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് മറു സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ 2 സൈഡും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം കൂടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.